ഇന്നലെയാണ് SIR വഴി വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്ന വ്യക്തികളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത്. ആ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്നറിയാമോ? ജനഹിതം 24/7 സ്വാഗതം. എങ്ങനെയാണ് ഈ ലിസ്റ്റ് പരിശോധിക്കേണ്ടതെന്നും വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. www.ceu.kerala.gov.in/ASD ലിസ്റ്റ് എന്ന ലിങ്ക് വഴി ഇക്കാര്യം ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ വെബ്സൈറ്റിൽ ഓപ്പൺ ആകുന്ന വിൻഡോയിൽ ജില്ല, നിയമസഭാ മണ്ഡലം, പോളിംഗ് സ്റ്റേഷൻ എന്നിവ തിരഞ്ഞെടുത്ത് ഡൗൺലോഡ് ASD കൊടുക്കുമ്പോൾ അടുത്ത വിൻഡോ തുറന്നു വരും. അതിൽ ഒഴിവാക്കിയ വോട്ടർമാരുടെ വിവരങ്ങൾ ഉണ്ടാകും. ക്രമ നമ്പർ, തിരിച്ചറിയൽ കാർഡ് നമ്പർ, പേര്, ബന്ധുവിൻ്റെ പേര് തുടങ്ങിയ വിവരങ്ങൾക്കൊപ്പം പുറത്താക്കിയതിനുള്ള കാരണം എന്നിവയാണ് പട്ടികയിൽ ഉണ്ടാവുക. പല കാരണങ്ങൾ കൊണ്ട് പേര് ഉൾപ്പെടാതെ പോകാം. മിക്കവാറും 2 അതിൽ കൂടുതലോ തവണ പേര് പട്ടികയിലുള്ളവർ, മരിച്ചുപോയവർ, സ്ഥിരമായി സ്ഥലം മാറിപ്പോയവർ, കണ്ടെത്താൻ കഴിയാത്തവർ, ഫോം വാങ്ങുകയോ തിരിച്ചു നൽകുകയോ ചെയ്യാത്തവർ എന്നിവരൊന്നും ലിസ്റ്റിലുണ്ടാവില്ല. ഇതിൽ വോട്ടേഴ്സ് ലിസ്റ്റിലേക്കുള്ള ഫോം സ്വീകരിക്കാനോ തിരിച്ചു കൊടുക്കാനോ പറ്റാത്ത ആളുകളുടെ കാര്യത്തിൽ EF എന്നായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. ആദ്യം ഈ ലിസ്റ്റ് സൂക്ഷ്മമായി പരിശോധിക്കുക. കൃത്യമായ കാരണങ്ങളില്ലാതെ തന്നെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് ചേർക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ബൂത്ത് ലെവൽ ഓഫീസറെ ബന്ധപ്പെടുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഡിസംബർ 23 മുതൽ ജനുവരി 22 വരെ ഫോമിനൊപ്പം സത്യവാങ്മൂലമായി സമർപ്പിക്കുകയും വേണം. പലർക്കും വോട്ടർ ID മാത്രം മതി വോട്ട് ചെയ്യാൻ എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അതുപോലെ ആരൊക്കെ പേര് ചേർക്കണം അല്ലെങ്കിൽ പുതുക്കണം എന്ന സംശയവും ഉണ്ടാകും. 2025 ജനുവരി 1 അതിനു മുമ്പോ 18 വയസ്സ് പൂർത്തിയായ കന്നി വോട്ടർമാർ പേര് ചേർക്കണം. അതുപോലെ പുതിയ വാർഡിലേക്കോ പഞ്ചായത്തിലേക്കോ താമസം മാറിയവർ, പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടവർ അല്ലെങ്കിൽ പേരെന്തെങ്കിലും കാരണവശാൽ ഉൾപ്പെടാത്തവർ, പേര്, ഫോട്ടോ അല്ലെങ്കിൽ വിലാസം പോലുള്ള വിവരങ്ങൾ തിരുത്താനോ പുതുക്കാനോ ഉള്ളവർ എന്നിവരാണ് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്താനുള്ള നടപടികൾ നോക്കേണ്ടത്. നിങ്ങൾ ഇതിനു മുമ്പ് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേര് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിൽ കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ നൽകി മറ്റൊരു LSGയിലേക്ക് മാറുന്നതിനും ആദ്യമായി പേര് ചേർക്കുന്നതിനും നെയിം ഇൻക്ലൂഷൻ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ജില്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, നിയോജക മണ്ഡലം അല്ലെങ്കിൽ വാർഡ്, ഭാഗം നമ്പർ എന്നിവ തിരഞ്ഞെടുക്കുക. അതേ ഭാഗത്തിന്റെ വോട്ടർ പട്ടികയിലെ നിങ്ങളുടെ കുടുംബാംഗത്തിന്റെയോ അയൽവാസിയുടെയോ ക്രമനമ്പർ കൊടുക്കുകയും ചെയ്ത ശേഷം വോട്ടറുടെയും രക്ഷകർത്താവിന്റെയും വിവരങ്ങൾ രേഖപ്പെടുത്തണം. തുടർന്ന് വോട്ടറുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. നൽകിയ വിവരങ്ങൾ സ്ക്രീനിൽ ലഭ്യമാകും. അവ പരിശോധിച്ചതിന് ശേഷം ശരിയാണെങ്കിൽ കൺഫേം ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപേക്ഷ സമർപ്പിക്കപ്പെട്ടതായി സ്ക്രീനിൽ കാണാൻ കഴിയും. ഹോം പേജിൽ സമർപ്പിക്കപ്പെട്ട അപേക്ഷകളെല്ലാം കാണാനാകും. അപേക്ഷയുടെ പകർപ്പും ഹിയറിംഗ് നോട്ടീസും അപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷനുണ്ട്. ഇനി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ഉൾപ്പെടുത്താനുള്ള ഓഫ്ലൈൻ പ്രോസസ്സ് കൂടി ഒന്ന് നോക്കാം. അടുത്തുള്ള അക്ഷയ കേന്ദ്രം അല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് സന്ദർശിച്ച് ഫോം പൂരിപ്പിക്കുക. തിരിച്ചറിയൽ രേഖകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അറ്റാച്ച് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ പ്രദേശത്തെ ബൂത്ത് ലെവൽ ഓഫീസർക്കാണ് സമർപ്പിക്കേണ്ടത്. ഓഫ്ലൈൻ അപേക്ഷകൾക്ക് കുറച്ച് സമയമെടുക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള തീയതികൾ ശ്രദ്ധിക്കുക എന്നതും പ്രധാനമാണ്. കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധാരണയായി പ്രത്യേക അറിയിപ്പുകൾ നടത്താറുണ്ട്. ഈ സമയത്ത് പുതിയ അപേക്ഷകൾ സ്വീകരിക്കുകയും ചെയ്യും. ഈ തീയതികൾ മാധ്യമങ്ങളിലൂടെയും പ്രാദേശിക ഓഫീസുകളിലൂടെയും അറിയിക്കുകയാണ് ചെയ്യുക. കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റ് ഇടയ്ക്കിടെ സന്ദർശിക്കുന്നത് വഴിയും പ്രാദേശിക വാർത്തകൾ അറിയാൻ ശ്രമിക്കുന്നത് വഴിയും ഇത്തരം തീയതികൾ മിസ്സാവാതെ നോക്കാനാകും. ഓരോ വോട്ടും വിലയുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വീഴ്ച വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനഹിതം 24/7 സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം.